ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 20 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇതിനു മുൻപ് നോക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുന്നു, ഹേ ഭരതകുലശ്രേഷ്ഠനായ അർജുന, സുഹൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്: ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. എന്നാൽ ഈ ഭക്തന്മാർ എല്ലാവരും തന്നെ മഹാത്മാക്കളാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ആരാണോ എൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നത്, അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എൻ്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ തീർച്ചയായും എത്തിച്ചേരും. അസംഖ്യം ജനനമരണങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്, കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമാണ് എന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. ഭൗതിക അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുകയാണ്. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വന്തം പ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഗുരുപ്രാർത്ഥനയ്ക്കും ഭഗവത് പ്രാർത്ഥനയ്ക്കും ശേഷം നമുക്ക് ഇന്ന് ഭഗവാൻ എന്തെല്ലാമാണ് അർജുനനോട് പറയുന്നത് എന്ന് നോക്കാം. 21 ശ്ലോകം. കഴിഞ്ഞ ദിവസം ഭഗവാൻ പറഞ്ഞു നിർത്തിയത് ദേവീദേവന്മാരെ ആരാധിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നു, യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാ അർച്ചിതുമിച്ഛതി തസ്യ തസ്യ അചലം ശ്രദ്ധാം താം ഏവ വിദധാമി അഹം. യോ യോ യാം യാം തനും ഭക്ത, ഏതേതു ഭക്തൻ ഏതേതു ദേവതാരൂപത്തെ ശ്രദ്ധയാ അർച്ചിതുമിച്ഛതി, വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി പൂജിക്കുന്നതിന് ആഗ്രഹിക്കുന്നുവോ, തസ്യ തസ്യ അവനവന്റെ അചലം ശ്രദ്ധാം, അങ്ങനെയുള്ള ഭക്തന്റെ ശ്രദ്ധ മാറാതെ താം ഏവ വിദധാമീയഹം, തന്മൂർത്തി വിഷയത്തിൽ വഹിക്കുന്നതും ഞാൻ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രഹ്മമാണ് എല്ലാത്തിലുമുള്ളത്. ഭഗവാനാണ് ബ്രഹ്മമാണ്. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ളത് എല്ലാം ബ്രഹ്മമാണ്. മറ്റുള്ളത് എല്ലാം തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ശരീരവും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ഇതെല്ലാം കൂടിച്ചേർന്നതാണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഭഗവാനല്ലാതെ, ജീവാത്മാവും പരമാത്മാവും അല്ലാതെ വേറെ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ളതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതായി പോകുന്നതാണ്. വിവിധ ദേവന്മാരെ പൂജിക്കുന്നതിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എത്രയോ തരത്തിലുള്ള മതങ്ങൾ, വിശ്വാസങ്ങൾ, നവഗ്രഹങ്ങളെ പൂജിക്കുന്നവരുണ്ട്. എലി, പാമ്പ്, മലമുത്തി, ചാത്തൻ, ജഡ്ജിയമ്മാവൻ, വക്കീലമ്മായി, ഇങ്ങനെ വേണ്ട നിരവധി തരത്തില് സിനിമാ നടന്മാരെ പൂജിക്കുന്നവരുണ്ട്. കുശ്ബുവിന് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നവരെന്ന് പറയുന്നവരുണ്ട്. യേശുക്രിസ്തു ഉണ്ട്, അള്ളാഹു ഉണ്ട്, എത്രയോ ആളുകൾ. ഭഗവാൻ ഹിന്ദുക്കളുടെ മാത്രം കാര്യമല്ല പറയുന്നത്. ഏത് ദേവീ ദേവതന്മാർ ആണ് എങ്കിലും എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആരാധിക്കുന്നത്. അതിൽ നിന്നും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇവർക്ക് ഫലവും കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഫലം എവിടെ നിന്നാണ് സാധിക്കുന്നത്? ഈ ദേവീ ദേവതന്മാർക്ക് ഫലമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ സാധിക്കുന്നു? അതിനാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്, ഒരു ആഗ്രഹമുള്ളവൻ ആരായാലും ഏതൊരു ദേവതാ ശരീരത്തെ ശ്രദ്ധയോടും ഭക്തിയോടും മനസ്സിനെ ഏകാഗ്രം ആക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. നമ്മൾ പൂജിക്കുന്നത് കല്ലിനെയാണോ, എലിയെയാണോ, പാമ്പിനെയാണോ, ജഡ്ജിയമ്മാവിനെയാണോ, വക്കീലമ്മായിയാണോ, കുശ്ബുവിനെയാണോ, മമ്മൂട്ടിയാണോ, മോഹൻലാലിനെയാണോ എന്നുള്ളതല്ല പ്രാധാന്യം. നമ്മുടെ ശ്രദ്ധ ഏതു കാര്യത്തിൽ ആണ്? ഈ എല്ലാ കാര്യങ്ങളിലും ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുവോ അവൻ്റെ ശ്രദ്ധയെ സ്ഥിരമാക്കുന്നത്, ആ ഭജനത്തിൽ സ്ഥിരമാക്കുന്നത് ഞാൻ തന്നെയാണ്. ഏത് ദേവതമാരിൽ നിന്നായാലും
അനുകൂലങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്തന്റെ ആഗ്രഹ നിവർത്തി ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന് നീ മനസ്സിലാക്കിയാലും, എന്നാൽ അപ്രകാരമുള്ള ഭക്തന്മാർക്ക് അവരുടെ ഇഷ്ടദേവനിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്വം ഞാൻ ആണ് എന്ന് വിശ്വാസമില്ല. വിവിധ ദേവതകൾ ഓരോന്നും വ്യത്യസ്തമാണ് എന്ന് അവർ ധരിക്കുകയാണ്. ഭഗവാൻ വ്യക്തമായി പറയുകയാണല്ലേ. കാരണം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ഭഗവാനിൽ നിന്നു തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ദേവീ ദേവതന്മാർ എല്ലാം ഇവർക്കാണ് ശക്തി കൂടുതൽ, ഇവർക്കാണ് കൂടുതൽ കഴിവ് എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നു. ഭഗവാൻ പറയുന്നു, ഓരോരുത്തരെയും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആരാധിക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധ സ്ഥിരമായി നിർത്തുന്നതും അവർക്ക് ഫലം കൊടുക്കുന്നതും ഞാനാണ് എന്ന് നീ മനസ്സിലാക്കിയാലും. പക്ഷെ നമ്മുടെ യാത്ര വളരെ നീണ്ടതാണല്ലേ. ഒരു മനുഷ്യജന്മം ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസാനുദാസാനുദാസാനുദാസനായി ഇരുന്ന് ഭഗവാനെ ആരാധിച്ച് ഭഗവത് ധാമത്തിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം എല്ലാവരുടെയും ലക്ഷ്യം. ഇതിന് ഒരുപാട് ഇടത്താവളങ്ങളുണ്ട്. പല ആഗ്രഹ നിവർത്തിക്കായി ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് സങ്കല്പത്തെയായാലും ശ്രദ്ധയോടുകൂടി അത് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭജിക്കുന്ന സമയത്ത് ആ ജീവിയുടെ ഉള്ളിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരികയാണ് ചെയ്യുന്നത്. കാരണം ഓരോരുത്തരുടെ ഉള്ളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മളിൽ തന്നെ നമ്മുടെ ആഗ്രഹം വളരുന്ന സമയത്ത്, ഭക്തിയോടുകൂടി നമ്മുടെ മനസ്സതിൽ കേന്ദ്രീകൃതമാകുന്ന സമയത്ത് ഓരോ ജീവിയുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെ ആ ആഗ്രഹം നിവർത്തിച്ച് തരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. പക്ഷേ ആ ആഗ്രഹ പൂർത്തീകരണം കൊണ്ട് നമ്മുടെ ലക്ഷ്യം എത്തിയിട്ടില്ല. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്. നമ്മുടെ ലക്ഷ്യം ഭഗവാന്റെ ധാമത്തിലെത്തുകയാണ്. എന്നാൽ ഓരോരുത്തരും വിചാരിക്കുന്നത് തങ്ങൾ ആ ശക്തിയെ പൂജിച്ചത് കൊണ്ട് എൻ്റെ ആഗ്രഹം നടന്നു, എലിയെ പൂജിച്ചത് കൊണ്ട് എൻ്റെ ആഗ്രഹം നടന്നു, അങ്ങനെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പൂജിക്കുന്ന സമയത്ത് ആ വസ്തുവിലുണ്ടായിരുന്നതും പൂജിക്കപ്പെടുന്നവൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. അവൻ്റെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതും ഞാൻ തന്നെയാണ്. പക്ഷേ അവനത് ബോധ്യമാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് മറ്റു ദേവീ ദേവതന്മാരെ പൂജിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരെ പൂജിച്ചാലും കുഴപ്പമില്ല. ഏതൊരു വസ്തുവിനെ പൂജിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ആഗ്രഹം, മനസ്സിൻ്റെ ആഗ്രഹം ശക്തിയാകുന്ന സമയത്ത് എന്താണോ നമ്മുടെ ആഗ്രഹമുള്ളത് അത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഫലം തരികയാണ്. പക്ഷേ നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം ഭഗവാനെ അറിയുക. ഈ പുനർജന്മ സ്ഥിതിയിൽ നിന്ന്, ജന്മ മൃത്യു ജരാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്ഥിരമായി ഭഗവാന്റെ അടുത്ത ആ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ ചെയ്യേണ്ടത് വിവിധ ദേവീ ദേവതന്മാരെ പൂജിച്ച് നമ്മുടെ സമയം കളയുകയല്ല ചെയ്യേണ്ടത്. ഈ കാണുന്ന കുമിളകൾ നിസാരമാണ് എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ ധാമത്തിൽ പൂർണ്ണമായ മനസ്സോടുകൂടി തന്നിൽ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും ആഗ്രഹിക്കാതെയുള്ള കർമ്മങ്ങൾ ചെയ്ത് വിവിധ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന്, എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരിക? കെട്ടിടാൻ പറ്റുമോ മനസ്സിനെ? ഇല്ല. എങ്ങനെയാ അധികം നമ്മൾ സപ്രസ് ചെയ്ത പൊട്ടിപ്പോവില്ലേ? അങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളുടെ ഗതി മാറ്റിവിടണം. എങ്ങോട്ടാണ് ഗതി മാറ്റിവിടുക? ഭഗവാന്റെ പാദത്തിലേക്ക് ഗതി മാറ്റിവിടണം. ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെയുള്ള ഭാഗങ്ങളെ മനസ്സിലേക്ക് കേന്ദ്രീകരിക്കണം. മറ്റുള്ള ചിന്തകളെ എല്ലാം തന്നെ ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ മനസ്സടങ്ങും. മനസ്സടങ്ങിക്കഴിയുമ്പോൾ, മനസ്സ് പൂർണ്ണമായും അടങ്ങുന്നതോടുകൂടി ആത്മാവ് ഉണരും. ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉദ്ധരിക്കാൻ സാധിക്കും. ഭഗവാൻ പറഞ്ഞതുപോലെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉദ്ധരിക്കണം. അങ്ങനെ വരുമ്പോൾ ഭഗവാനുമായിട്ട് നമുക്ക് കൂടിച്ചേരാൻ സാധിക്കുന്നു. ഇതായിരിക്കണം ഓരോരുത്തരുടെയും ലക്ഷ്യം. അല്ലാതെ യേശുക്രിസ്തുവിനെ പൂജിക്കുന്നവൻ എൻ്റെ മതമാണ് ശരി, എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് തല്ലുകൂടുന്നു. അള്ളാഹുവിനെ പൂജിക്കുന്നവൻ എൻ്റെ മതമാണ് എന്ന് പറഞ്ഞ് തല്ലുകൂടുന്നു. ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഒരേപോലത്തെ ചോരയാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ?
അതുമാത്രമല്ല മനസ്സിനും ഒരു വ്യത്യാസമില്ല, ആത്മാവിനും വ്യത്യാസമില്ല. ആർക്കും വലിയ ആത്മാവും ചെറിയ ആത്മാവും ഒന്നും ഭഗവാൻ കൊടുത്തിട്ടില്ല. എല്ലാവിധത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചെറുപ്പം, ജനനം മുതൽ മരണം വരെ, ആനയായാലും ഉറുമ്പായാലും മനുഷ്യനായാലും ഉള്ള ആത്മാവിൻ്റെ വലിപ്പം ഒരേപോലെയാണ്. പരമാത്മാവിൻ്റെ വലിപ്പവും അതുപോലെ തന്നെയാണ്. പരമാത്മാവ് ഭഗവാനെ പോലെ അനന്തമായ ആത്മാവിലേക്ക് ഈ ആത്മാവിനെ ലയിപ്പിക്കണം. അത് ക്രിസ്തുവായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ജൈനനായാലും സിഖുകാരനായാലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ലക്ഷ്യം ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം. തൻ്റെ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ദേവതമാരെ ആരാധിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് ആ ഫലം അല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ധാമത്തിൽ എത്തുക എന്നുള്ളതാണ്. ലക്ഷ്യം എന്ന ബോധത്തോടു കൂടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഒരു ചെറിയ കഥ പറയാം. ഈ കഥ നൊച്ചൂർജി അദ്ദേഹത്തിൻ്റെ ഭാഗവത പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. എത്രമാത്രം അദ്ദേഹത്തെ പോലെ വിശദമായി പറയാൻ കഴിയില്ല എന്നറിയാമെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കാം. ബ്രഹ്മത്തെ അറിഞ്ഞ ഒരു തവള, കടല് പോലെ വിശാലമാണ് എന്ന് ചിന്തിക്കുന്ന ആ തവള ഒരു കിണറ്റിൽ വരികയാണ്. അപ്പോൾ കിണറ്റിൽ വിവിധ ദേവീദേവതമാരെ, എലിയെയും പൂച്ചയും പട്ടിയെയും ഏതൊക്കെ ദൈവങ്ങളുണ്ടോ എല്ലാ ദൈവങ്ങളെയും പൂജിക്കുന്ന ഒരു തവള. അപ്പോൾ പുറത്തുനിന്ന് വന്ന തവള പറയും, പരബ്രഹ്മം വിശാലമാണ്, ഭഗവാനാണത് സമുദ്രത്തെ പോലെയാണ്, ഒരു സമുദ്രം കണ്ടാൽ മാത്രമാണത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയും. ഈ കിണറ്റിലെ തവള ചോദിക്കും, ഈ സമുദ്രം എന്ന് പറയുന്നത് തൻ്റെ ചെറിയ വിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിക്കും, ഈ ചെറുവിരലിൻ്റെ നഖത്തിനോടുണ്ടോ? അത്രയും നല്ല ഉള്ളൂ. പിന്നെ എത്രയുണ്ട്? എൻ്റെ പെരുവിരലിനോടുണ്ടോ? അതും പോരാ. നടുവിരൽ പൊക്കി കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇത്രയുണ്ടോ? അതിലും വലുതാണ്. കൈപ്പത്തി നീട്ടും, ഈ കൈപ്പത്തിയോടത്തോളം ഉണ്ടോ? സുഹൃത്തെ, പരബ്രഹ്മം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്ര നിസാരമായി അതിനെ കാണരുത്. ആ പരബ്രഹ്മമാണ് ഭഗവാൻ. സമുദ്രത്തോളം എന്ന് പറയുമ്പോൾ ഈ കൈപ്പത്തിയൊന്നും അല്ല. വീണ്ടും മുട്ടുവരെ കാണിച്ചുകൊണ്ട് തവള ചോദിക്കും, എൻ്റെ ഈ മുട്ടിൻ്റെ ഇവിടെ വരെ ഉണ്ടോ? ഇത്രയും നീളമുണ്ടോ? സുഹൃത്തെ, അതുമല്ല, അതിനേക്കാൾ വിശാലമാണ്. എന്നാൽ പിന്നെ എൻ്റെ ഈ കൈനോടത്തോളം ഉണ്ടോ? സുഹൃത്തെ, എന്താ ഞാൻ ഇപ്പം നിങ്ങളോട് പറയുക? അത് വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ കാണുന്നതിനും അപ്പുറത്തുള്ളതാണ്. 2 കൈയും നീട്ടും, എന്നിട്ട് ഇത്രയും വലുതൊന്നും അല്ലല്ലോ, 2 കൈയും നീട്ടിയിട്ട് ഇത്രയും വലുതല്ലൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ച് അതിലും വലുതാണ് എന്ന് പറയും. ആകെ തവളയ്ക്ക് ദേഷ്യം വരും. ഇത്രയും വലുതോ? പിന്നെ എൻ്റെ കിണറിനേക്കാളും വലുതാണോ? എന്താ ഈ പറയണത്? ഞാൻ എങ്ങനെയാണ് ഈ കിണറും സമുദ്രവും തമ്മിൽ എങ്ങനെയാണ് ഞാനിപ്പോൾ സങ്കല്പിച്ച് അങ്ങയോട് പറയുക? ഇതിനേക്കാളൊക്കെ വലുതാണ്. നമ്മളൊരു കാര്യം ചെയ്യും, ആ നിപ്പിന്ന് ഒറ്റ ചാട്ടം മുകളിലേക്ക്. ഇത്രയും വലുതാണോ? സുഹൃത്തെ, നിങ്ങൾ വെറുതെ എന്തിനെങ്ങനെ ചാടുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത്, പരബ്രഹ്മം എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. ഈ കിണറിനേക്കാളും വലുതാ? അതെ, ആകാശത്തോളം ഉണ്ടാവും. പിന്നെ ആകാശം എൻ്റെ കിണറിൻ്റെ ഉള്ളിലാണ്, പിന്നെയാണ് ആകാശത്തോളം ഉണ്ടെന്ന് പറയുന്നത്. നോക്കിയേ, ഇതേ ആകാശം എൻ്റെ കിണറിൻ്റെ ഉള്ളിലല്ലേ എന്ന് നോക്കിയേ. എങ്ങനെയാണ് ഈ തവളേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക? ഇതുപോലെയാണ് ദേവീ ദേവതമാരെ പൂജിക്കുന്ന ഓരോരുത്തരുടെയും കാര്യം. നമ്മൾ എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുക. അവസാനം ഈ ബ്രഹ്മത്തെ അറിയാവുന്ന തവള പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാമോ? എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാമോ? നമുക്ക് അവിടെ വരെ പോയി നോക്കാം. സാധാരണ ഉള്ള ആളുകൾ ആരും പുറത്തേക്ക് വരില്ല, അവർ വരാൻ തയ്യാറല്ല. കാരണം നമ്മൾ ചെയ്യുന്നതാണ് ശരി, അതിനേക്കാൾ വലുതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കിണറിൽ തന്നെ കിടക്കും. പക്ഷേ ആരെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നാലോ? അങ്ങനെ ഈ തവള പുറത്തേക്ക് വരാൻ തയ്യാറായി. കിണറിൽ നിന്നും പുറത്തേക്ക് വന്ന തവള വിശാലമായ ആ ഭഗവാന്റെ ബ്രഹ്മജ്യോതിയെ അറിയുന്ന സമയത്ത്, ബ്രഹ്മത്തെ അറിയുന്ന സമയത്ത്, ആ കടൽ തീരത്ത് പോയി നിൽക്കുന്ന സമയത്ത് തവളയ്ക്ക് അപ്പോഴാണ് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നത്. ഇത്രയും വിശാലമാണോ? അപ്പോൾ താൻ ഇത്രയും നാളും പൂജിച്ചിരുന്ന ഓരോ ദൈവങ്ങളും അതിനേക്കാൾ എത്രയോ വലുതാണ് ഭഗവാൻ, എത്രയോ വലുതാണ് ഈ ബ്രഹ്മം. ഈ കടൽ പോലെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരും. പക്ഷേ നമ്മൾ നമ്മുടെ ആ ഇടുങ്ങിയ ചിന്താഗതി, തവളയെപ്പോലെ ചെറുവിരലിനോളത്തോളം വലുതല്ലല്ലോ ഭഗവാൻ കൃഷ്ണൻ, എൻ്റെ ഇതല്ലേ വലുത്, അങ്ങനെയുള്ള ആ ചിന്ത നമ്മളിൽ നിന്ന് എടുത്തു മാറ്റണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്. ഇവിടെ ബ്രഹ്മവും
ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ ആത്മാവിനെ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കണം, ഭഗവാനിലേക്ക് എത്തിക്കണം എന്നുള്ള ബോധം മനസ്സിലുണ്ടാകണം. അതാണ് ഭഗവാൻ പറയുന്നത്. ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ലാഭമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമുക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഭഗവാനിലേക്ക് എത്താമെന്നുള്ളൊരു ചിന്തയോടുകൂടി, ഭഗവാനെ സൃഷ്ടിച്ചത് തന്നെ അമൃതിലേക്കാണ് മനുഷ്യജന്മം നൽകി സൃഷ്ടിച്ച് നമ്മളെ വിട്ടിരിക്കുന്നത്. അമൃത് കുടിച്ചോളൂ, എന്നെ സേവിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നമ്മളെ വിടും. നമ്മൾ ഇവിടെ കിടന്ന് ഈ അമൃതിൽ കിടന്നുകൊണ്ട്, ഭഗവാന്റെ ഈ കാരുണ്യത്തിൽ കിടന്നുകൊണ്ട് നീന്തി തുടിച്ച് വെള്ളം കുടിക്കാൻ ദാഹിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഓരോന്നീന്ന് മലിനജലം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശക്കുമ്പോൾ ഈ വരുന്ന പാത്രങ്ങളിൽ നിന്നുള്ള ചീഞ്ഞ മീനും ചീഞ്ഞ കോഴിയും മൃഗങ്ങളെയും എല്ലാം വലിച്ചു വാരി തിന്നുകൊണ്ട് ഇതാണ് സുഖം, ഇതാണ് ആനന്ദം എന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ അമൃതിലൊന്ന് മുങ്ങിയാൽ നമുക്ക് മനസ്സിലാകും, ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ജീവിതമാണല്ലോ, മനുഷ്യജീവനാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവും. പക്ഷെ ആരും മുങ്ങാൻ ശ്രമിക്കുന്നില്ല. ആരും തല താഴ്ത്താനല്ല, ഭഗവാന്റെ കാലിലേക്ക് തല താഴ്ത്താനല്ല ശ്രമിക്കുന്നത്. അഹങ്കാരം കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ഒഴുകി വരുന്ന മലിനജലത്തെ, വിഷയാസക്തികളെ, വൃത്തികെട്ട സാധനങ്ങളെ, ഓരോ വിഷയവും നമ്മൾ ആലോചിച്ച് നോക്കിക്കോ എത്രമാത്രം വൃത്തികെട്ടവയാണ് എന്ന്. ആ വിഷയങ്ങളെയാണ് നമ്മൾ കഴിക്കാനായി ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും. നമ്മൾ ഒരു മിനിറ്റ് ഭഗവാന്റെ കാൽപാദത്തിലേക്ക് നോക്കി മനസ്സുറപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ തല താഴും, നമ്മൾ അമൃതിലേക്ക് മുങ്ങും. പക്ഷേ അതിന് നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. നമ്മൾ അഹങ്കാരത്തിൻ്റെ ബോധമുള്ളത് കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് എങ്ങനെയാണോ മലിനജലം ഇത്രയും വലിയ അമൃതിലാണ് കിടക്കുന്നത് എങ്കിൽ പോലും അത് കുടിക്കാതെ, അമൃതജലം കഴിക്കാതെ വൃത്തികെട്ട മലിനജലം കഴിക്കുന്നതിനാണ്, ഈ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന മലിനജലം കഴിക്കുന്നതിനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ ഏത് ബുദ്ധിയാണെങ്കിലും ഈ അമൃതിലാണ് നിങ്ങൾ കിടക്കുന്നത് എങ്കിലും അത് മലിനജലം കുടിക്കാനുള്ള നിങ്ങളുടെ ആ ശ്രമത്തെയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഹായിക്കും. എൻ്റെ അടുത്ത് വരാനാണോ ആഗ്രഹം? തീർച്ചയായും പോന്നോളൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഞാനൊരു മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അതല്ലേ മലിനജലം കുടിക്കണോ? ദേവീദേവന്മാരുടെ വിവിധ ഭാഗങ്ങളിൽ പോണോ? എവിടെ വേണമെങ്കിലും ആയിക്കോളൂ. നിങ്ങൾക്ക് തരേണ്ടത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അതിനനുസരിച്ച് ഞാൻ തരും. പക്ഷെ ഓർക്കണം, ഇതെല്ലാം തരുന്നത് ഞാനാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അടുത്ത ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയാണ്. സദയാ ശ്രദ്ധയാ യുക്ത തസ്യ ആരാധനമീഹതേ ലഭദ്ദേ ച തദാ കാമാൻ മയായേവ വിഹിതാൻ ഹിതാൻ. സദയാ ശ്രദ്ധയാ യുക്ത, ആ ഭക്തൻ അപ്രകാരമുള്ള ശ്രദ്ധയോടു കൂടിയവനായി, തസ്യ ആരാധനമീഹതേ, ദേവതാ ശരീരത്തെ ആരാധിക്കുകയാണ്. ലഭതേ ച തദാ കാമാൻ, അങ്ങനെ സ്പഷ്ടമായുമുള്ള ശ്രദ്ധയോടുകൂടി അങ്ങനെ ആരാധിക്കുന്ന സമയത്ത് മയായേവ വിഹിതാൻ ഹിതാൻ, അതും ഞാൻ തന്നെയാണ് ആ അഭീഷ്ടവും നിറവേറ്റി നൽകുന്നത്. വിശ്വാസമുറപ്പിച്ച് ഏത് ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിയായാലും താൻ ഇച്ഛിക്കുന്നത് കൈവരും. കാരണം ഈ ആരാധിക്കുന്നത് സ്വന്തം മനസ്സിൻ്റെ അഭീഷ്ടമാണ്, സ്വന്തം മനസ്സിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹമാണ്. അത് പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെ അത് നിവർത്തി കൊടുക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ അനുവാദമില്ലാതെ ആർക്കും ഒന്നും തന്നെ ലഭിക്കുന്നതല്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ നിർദ്ദേശവും അറിവും ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കില്ല. അതുതന്നെയാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ തന്നെയാണ് ഇപ്രകാരമുള്ളവരുടെ അഭീഷ്ടങ്ങളും നിറവേറ്റി കൊടുക്കുന്നത് എന്ന് നീ മനസ്സിലാക്കൂ. പക്ഷേ ഇങ്ങനെ ആരാധിച്ച് ഫലം നേടി സന്തോഷത്തിൽ ആറാടിക്കളിക്കുന്നവർ ബുദ്ധിയുള്ളവരാണോ? അല്ല അല്ലേ? ഭഗവാൻ പറയാണ്, അന്തവന്തു ഫലം തേഷാം തത്ഭവതി അല്പമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താ യാന്തി മാമഭി. അന്തവന്തു ഫലം തേഷാം, അവർക്ക് കിട്ടുന്ന ഫലം അവസാനിക്കുന്നതാണ്. അതിന് സ്ഥിരമായ ഒരു സ്വഭാവം ഇല്ല. തദ്ഭവതി അല്പമേധസാം, ദേവപൂജയാൽ ഉണ്ടാകുന്ന അത്ഭുത ബുദ്ധികളായിട്ടുള്ളവർക്ക്
മൂഢന്മാർക്ക് ലഭിക്കുന്ന ഫലം വളരെ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നതാണ്. ദേവാൻ ദേവയജോയാന്തി, ദേവന്മാരെ പൂജിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു. ജന്മമൃത്യു ജരാവ്യാധികളിൽപ്പെട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരുന്നു. മദ്ഭക്ത യാന്തി മാമഭി, എൻ്റെ ഭക്തർ എന്നെ പ്രാപിക്കുന്നു. ഭഗവാനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല അല്ലേ? യാതൊരു തരത്തിലുള്ള തിരിച്ചുവരവിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഏതൊരു പരീക്ഷയാണെങ്കിൽ പോലും 6 മാസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ സർട്ടിഫിക്കറ്റിൻ്റെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരീക്ഷ എഴുതി പാസ്സാവുമോ? വളരെ കഠിനമായ പരിശ്രമത്തോടു കൂടി എഴുതി പരീക്ഷ കുറച്ചു കാലം കഴിയണം, അതിൻ്റെ ഫലം കഴിയും എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമോ? ഇല്ലല്ലോ. സ്ഥിരമായ ഫലം എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെയല്ലേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് ഭഗവാൻ അതാണ് പറയുന്നത്, എന്നെ ഭജിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് പോരാം. നിങ്ങൾ ദേവീദേവതമാരെയാണ് ഭജിക്കുന്നത് എങ്കിൽ, ദേവീദേവതമാർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ദേവീദേവന്മാർ എന്ന് മാത്രമായി കരുതേണ്ടതില്ല. ഭഗവാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രൂപത്തെ എന്ന് മാത്രം കരുതിയാൽ മതി. സയൻസിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. അതായത് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ ഭാഗത്തേക്ക് ഊർജം ഒഴുകും. അപ്പോൾ ഏത് ഭാഗമായാലും, കണ്ണായാലും മൂക്കായാലും, അത് യോഗയുടെ എല്ലാം തന്നെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് എനർജി ഒഴുകും. അപ്പോൾ നമ്മൾ ഏത് സംഗതിയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും ആ സംഗതിയിലേക്ക് ഒരു എനർജി ഒഴുകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിൽ നിന്ന് നമുക്ക് ഫലവും കിട്ടും. ഈ ഫലം ആരാ തരുന്നത്? ഭഗവാനാണ് തരുന്നത്. പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരമാണോ? അല്ല. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഭഗവാന്റെ ധാമത്തിലെത്തണം. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, കുറച്ച് കാലത്തേക്ക് മാത്രമാണോ നമുക്ക് ഈ സുഖം വേണ്ടത്? സ്ഥിരമായ സുഖമാണോ വേണ്ടത്? സ്ഥിരമായ സുഖത്തിലേക്കുള്ള പാത ഏതാണ്? അതോ ഈ ഇടത്താവളങ്ങളിൽ ഇനി എനിക്ക് നടക്കാൻ വയ്യ, ഇനി എനിക്ക് പൂജിക്കാൻ വയ്യ, ഇവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ ഇടത്താവളങ്ങളിൽ നിന്നാ മതി എന്നുള്ള ചിന്തയാണോ വേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. സങ്കുചിതമായ വീക്ഷണം കൊണ്ട് കിണറ്റിലെ തവള വിചാരിക്കുന്ന പോലെ തൻ്റെ വിചാരമാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലുള്ള സങ്കുചിത വീക്ഷണം കൊണ്ട് നടക്കുന്നത് ഇഷ്ട ദേവതമാരെ പൂജിക്കുമ്പോൾ ഫലം ലഭിക്കുന്നത് കൊണ്ടാണ്. അത് അസ്ഥിരമാണ് എന്നുള്ളൊരു ചിന്ത വേണം നമുക്ക്. ജനന മരണ ആവർത്തന ചക്രത്തിന് വഴിയൊരുക്കുന്ന ഈ ആഗ്രഹങ്ങൾ അതിന് അവസാനം വരുത്തി പൂർണ്ണമായൊരു നിവർത്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തുക. നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ നമുക്ക് കിട്ടുന്ന സുഖം പോലെയാണ്. ചിലർ ഉറങ്ങിക്കഴിയുമ്പോൾ വളരെ മനോഹരമായി പറക്കുന്നതായി സ്വപ്നം കാണും, വിവിധ ഇഷ്ടപ്പെട്ട ആളുകളുമായി കൂടി നടക്കുന്നത് സ്വപ്നം കാണും, പല ആഹാരങ്ങൾ ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും. പക്ഷേ അത് ആ ഉറക്കം കഴിയുന്നതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നെ അതിന് കാര്യമില്ല, അത് കണ്ടതൊരു സ്വപ്നമായി തീർന്ന് അവസാനിച്ചു. അതുപോലെയാണ് താൽക്കാലികമായിട്ടുള്ള ഗുണങ്ങളും ഫലങ്ങളും എല്ലാം. അത് വളരെ ലിമിറ്റഡാണ്. അതിന് അപ്പുറം കിണറ്റിലെ തവള കണ്ടതുപോലെ പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു ശക്തി ഭഗവാന്റേതായിട്ടുണ്ട്. ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ വേറൊരു ചോദ്യം വരും, ഭഗവാന്റെ വിരാട് രൂപത്തിൻ്റെ അംശങ്ങളാണല്ലോ ഈ ദേവീദേവതമാർ, എല്ലാവരും ഭഗവാന്റെ അംശമല്ലേ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട് മത്സ്യൻ്റെ അംശമാണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണെന്ന് പറയണ്ടല്ലോ. ഭഗവാന്റെ അംശമാണെങ്കിൽ ഭഗവാന്റെ കൈയാണ്, കാലാണ്, കണ്ണാണ്, മൂക്കാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈ കൂടെ ഏതിലേക്ക് ഇങ്ങോട്ട് കണ്ണിൽ കൂടെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? ഭഗവാന് പറ്റും. ഭഗവാൻ അതീന്ദ്രിയനാണ്. നമുക്ക് കഴിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ചെവി കൂടെ ആഹാരം കഴിക്കാൻ പറ്റുമോ? അതിനൊരു വായ വേണമെന്നല്ലേ? അതുപോലെ തന്നെ ഭഗവാന്റേതായിട്ടുള്ള രൂപത്തിലേക്ക് ശ്രദ്ധ തെളിച്ചാൽ മാത്രമേ നമുക്കതിനുള്ള ഫലം കിട്ടുകയുള്ളൂ. വായിലൂടെ അല്ലാതെ വേറെ എവിടേക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആഹാരം കഴിച്ചു എന്നുണ്ടെങ്കിൽ എന്താ ഗുണമുള്ളത്? ഒരു ഗുണമില്ല. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ വിരാട് രൂപത്തിൻ്റെ വിവിധ ദേവീദേവതമാരും എല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. പക്ഷേ എന്ന് കരുതി അതിനെയാണ് പൂജിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നില്ല. ഞാനാണ് എല്ലാം ഞാനാണ്, പക്ഷേ അവരാരും എന്നിലില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം ഞാൻ തന്നെയാണ്, പക്ഷേ ഒന്നും ഞാനല്ല. അതുകൊണ്ട് എന്നെ തന്നെയാണ് നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത്. നിങ്ങളുടെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ഉദ്ധരിക്കൂ, എന്നിട്ട് എന്നെ മനസ്സിലാക്കൂ എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉടനീളം പറഞ്ഞു തരുന്നത്.
അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുകയാണ്, ആളുകൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കാണ് വന്നത്, കൃഷ്ണൻ എന്ന രൂപം ഇടയ്ക്കുള്ളതാണല്ലോ, നേരത്തെ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴും ഉണ്ടായിരുന്നില്ലല്ലോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഭഗവാൻ പറയുന്നു, അവ്യക്തം വ്യക്തമാപന്നം മന്യന്തേ മാം ബുദ്ധയ പരംഭാവം ജാനന്തോ മമ അവ്യയം അനുത്തമം. ഞാൻ ഒരിക്കൽ അവ്യക്തഗതനായിരുന്നു എന്നും പിന്നീടാണ് വ്യക്തിയായത് എന്നും എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ കരുതുകയാണ്. അത്യുന്നതമായിട്ടുള്ള എൻ്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് പറയുന്നത് അറിവില്ലായ്മ മൂലാണല്ലേ. ഭഗവാനെക്കുറിച്ച് എന്താ പറയുന്നേ? അഥാപി തേ ദേവപദാംബുജദ്വയ പ്രസാദലേശാനുഗ്രഹീതയേവ ഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ ന ജാന്യേകോ അഭിചിരം വിജിന്വൻ. ഹേ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു പൊടിയെങ്കിലും ലഭിച്ചെങ്കിൽ, അഥാപി തേ ദേവപദാംബുജദ്വയ, ആ വ്യക്തിപ്രഭാവം മനസ്സിലാകുമല്ലോ. എന്നാൽ ഭഗവാനെപ്പറ്റി ഊഹാപോഹങ്ങൾ നടത്തുന്നവർക്ക് അതിന് സാധിക്കാറില്ല എന്നുള്ളതല്ലേ സത്യം. അനേക വർഷങ്ങളോളം വേദപഠനം ചെയ്തുകൊണ്ടിരുന്നാലും അവർക്കതിന് സാധിക്കില്ല. എങ്ങനെയാ സാധിക്കുക? ഭഗവാനെ കാണണമെങ്കിൽ കണ്ണിൽ ഭഗവാനോടുള്ള ഭക്തി വേണം. ആ ഭക്തിപൂർണമായിട്ടുള്ള അഞ്ജനം കൊണ്ട് നമ്മൾ കണ്ണെഴുതണം. എന്നാൽ മാത്രമേ ഭഗവാന്റെ ആ സ്വരൂപം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അവ്യക്തഗതവാദികൾക്കും മറ്റുള്ള ആളുകൾക്കൊന്നും ഭഗവാൻ ഇല്ല, ഭഗവാൻ ഒരു നുണയാണ് എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. അങ്ങനെയാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. നിങ്ങളുടെ ഭഗവാൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഹിരണ്യകശിപുവിനെ പോലെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. ഭഗവാൻ എന്താ പറയുന്നേ? ന അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോ അയം നഭിജാനാതി ലോകമം അജമവ്യയം. ന അഹം പ്രകാശ സർവസ്യ, ഞാൻ എല്ലാവർക്കും ഒരു കാരണവശാലും എന്നെ കാണാൻ കൊടുക്കുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. യോഗമായ സമാവൃത, യോഗമായ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ. മൂഢോ അയം നഭിജാനാതി, മൂഢന്മാർക്ക് തീർച്ചയായും എന്നെ കാണാൻ സാധിക്കില്ല. ലോകോ മാം അജമവ്യയം, അജനാണ് എങ്കിലും ഞാൻ ആർക്കും തന്നെ കാണാനുള്ള അവസ്ഥയിലല്ല നിൽക്കുന്നത്. മായാമോഹിതമായതുകൊണ്ട് എന്നെ ആരും അറിയുന്നില്ല. ഈ ബ്രഹ്മം മുഴുവനും ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രഹസ്യങ്ങളുടെ കലവറ തുറന്ന്, ഈ യോഗമായയുടെ കലവറ തുറന്ന് എങ്ങനെയാ തുറക്കുക? ഭക്തി കൊണ്ടേ തുറക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും താക്കോലിട്ടാൽ തുറക്കും? അത് ഏത് താക്കോലിട്ടാലും തുറക്കില്ല. ഭഗവാനെ കാണണമെങ്കിൽ കുറൂരമ്മയുടെ പൂന്താനത്തിൻ്റെ ഭക്തി വേണം. ആ ഭക്തി ഉണ്ട് എങ്കിൽ മാത്രമാണ് ആ താക്കോല് കൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ അതാണ് പറയുന്നത്, നാമജപം കൊണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ താക്കോല് മതി ഭഗവാന്റെ അടുത്തെത്താൻ. നമുക്ക് ഒരുപാട് വേദപഠനം വേണമെന്നോ ഉപനിഷത്തുകൾ പഠിക്കണമെന്നോ ഒന്നുമില്ല. താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭഗവാനെ കാണാനുള്ള താക്കോൽ എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക. ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും പഠിച്ച് യഥാർത്ഥമായ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണിലുള്ള തിമിരത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണോ അന്ധകാരത്തിൽ നിന്നും താക്കോൽ ഉപയോഗിച്ച് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയും കഥകൾ കേട്ടുകൊണ്ടും ഭഗവാന്റെ ലീലകൾ ആസ്വദിച്ചുകൊണ്ടും സത്സംഗങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഭഗവാന്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ, യോഗമായ എന്ന ചുറ്റും വട്ടം തുറന്നു കഴിഞ്ഞാൽ, ആ 7 ചുറ്റമ്പലങ്ങളിലായി കിടക്കുന്ന 7 മതിലുകളിലായി കിടക്കുന്ന ഭഗവാന്റെ ആ യോഗമായ എന്നുള്ള കവറിനെ ഇല്ലാതാക്കി ഭഗവാന്റെ അടുത്തെത്തുന്നതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം. ആ താക്കോൽ ഉപയോഗിക്കാതെ വിവിധ തരങ്ങളിൽ പോയി താക്കോൽ അന്വേഷിച്ചുകൊണ്ട്, വിവിധ സ്ഥലങ്ങളിൽ പോയി താക്കോൽ അന്വേഷിച്ചുകൊണ്ട് എവിടെയാണ് ഞാൻ ഭഗവാനെ കാണുക, എവിടെയാണ് ഞാൻ ഭഗവാനെ കാണുക എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഫലവുമില്ല. ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. താക്കോലും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. എത്താനുള്ള വഴി മാത്രമേ അറിയേണ്ടതുള്ളൂ. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഏതു രീതിയിലാണ് നിങ്ങൾ എത്തേണ്ടത് എന്ന്. പക്ഷെ ഇപ്പോഴും ദേവീദേവതമാരുടെ പുറകിൽ നടന്ന്, അല്ലെങ്കിൽ വിവിധ ശക്തികളുടെ പുറകിൽ പോയി
സമയം പാഴാക്കുകയാണ് നിങ്ങൾ. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവും നടത്തിപ്പുകാരനും അവസാനിപ്പിക്കുന്നവനും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കണം. ഞാൻ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ സ്ഥായിയായിട്ടുള്ളൂ എന്ന് നീ മനസ്സിലാക്കൂ. താക്കോൽ നിന്റെ കയ്യിലുണ്ട്. എന്നെ കാണണമെങ്കിൽ വഴിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയാണ് ഞാൻ ഉള്ളത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞു. ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കാനും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നീ തന്നെ തീരുമാനിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.